നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എന്നുള്ളത്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ ഓഫീസർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് 2024 റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഓർക്കുക, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും എന്തിന് 2024 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. വളരെ മികച്ച പ്രതിഫലം, ഏതാണ്ട് 16.32 lakh പെർ ആനം CTC ഉള്ള, അതായത് പ്രതിമാസം 1 ലക്ഷത്തിലധികം ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഈ ബാങ്ക് ജോലി നോക്കുന്നവർക്ക് ഇപ്പോൾ കുറേ അധികം റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയപ്പെടുന്ന RBIയിലേക്ക് ഓഫീസർ തസ്തികയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അവിടെ ശമ്പളം ടേക്ക് ഹോം തന്നെ 1.25 ലക്ഷം രൂപയാണ് പ്രതിമാസം എന്നുള്ളത്. SBIയിൽ ഏതാണ്ട് 1000-ലധികം ഒഴിവുകളിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. 66 ലക്ഷം വരെ പ്രതിവർഷ ശമ്പളമുള്ള, അതായത് പ്രതിമാസം 5 ലക്ഷത്തിലധികം ശമ്പളമുള്ള അവസരങ്ങൾ വരെ അവിടെ ലഭ്യമാണ്. അതുകൂടാതെ നബാർഡ് കൃഷി ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും ഒക്കെ ഇപ്പം നടക്കുന്നുണ്ട്. IBPS ഏതാണ്ട് 11 ബാങ്കുകളിലേക്ക് 6000-ലധികം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, അതിന്റെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇങ്ങനെ ഒട്ടനവധി ബാങ്ക് അവസരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിലേക്ക് ഓഫീസർ തസ്തികയിലേക്ക് ലഭ്യമായിരിക്കുന്ന ഈ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ വെബ്സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ബാങ്ക് അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ ഒരു സൗജന്യ വർക്ക്ഷോപ്പിനെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാൽ ഇക്കാലത്ത് വലിയ അവസരങ്ങളുള്ള ഒരു മേഖലയാണ് എന്ന് മാത്രവുമല്ല, ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും IT അറിയാത്തവർക്കുമൊക്കെ IT-യിലെ അനന്തമായ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നാം ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുവാനായിട്ട്, അല്ലെ ഈ മേഖലയിലെ അവസരങ്ങൾ വിശദമാക്കുന്ന, അല്ലെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ സഹായകരമായ ഒരു സൗജന്യ വർക്ക്ഷോപ്പ് ഈ വരുന്ന 10-ാം തീയതി ഓഗസ്റ്റ് നടക്കുന്നുണ്ട്. എൻ്റെ ഈ ചാനലിൻ്റെ ഫോളോവേഴ്സിനും അതല്ലെങ്കിൽ എൻ്റെ മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെയുള്ള ഫോളോവേഴ്സിന് എക്സ്ക്ലൂസീവായിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്. വൺ ടീം സൊല്യൂഷനാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഒരു ഗൂഗിളിൻ്റെ സർട്ടിഫൈഡ് മാസ്റ്റർ ട്രെയിനറാണ് ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൗജന്യ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തുകൊണ്ട് ഈ മേഖലയിലെ അവസരങ്ങളും ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഒരു ടീമിൽ നിന്ന് ഈ ഓൺലൈൻ വർക്ക്ഷോപ്പിന്റെ ലിങ്കുകളൊക്കെ ലഭ്യമാകും. അപ്പോൾ നമുക്ക് ഈ ഫെഡറൽ ബാങ്കിന്റെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ജൂലൈ 31-ാം തീയതിയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ ഓഫീസേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 12-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. എന്നിട്ട് ഇതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് 23-ാം തീയതി ഓഗസ്റ്റ് നടക്കും, അല്ലെങ്കിൽ 23 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് നടക്കും. എന്നിട്ട് ഓൺലൈനിലൂടെ ആയിരിക്കും ഇതിൻ്റെ ബാങ്ക് ടെസ്റ്റ് നടക്കുക. അത് മിക്കവാറും സെപ്റ്റംബർ 1-ാം തീയതി ആയിരിക്കും നടക്കുക. പിന്നീട് ഇന്റർവ്യൂവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ നടക്കുക. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ബാക്കി കാര്യങ്ങളൊന്ന് നമുക്ക് പരിശോധിക്കാം. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും? ഓർക്കുക, ഇത് ഓഫീസർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. സാധാരണ ഗതിയിൽ 2 റിക്രൂട്ട്മെന്റുകളാണ് മെയിനായിട്ട് ബാങ്കുകളിലേക്ക് നടക്കുന്നത്. ഒന്ന് ക്ലറിക്കൽ തസ്തികയാണ്, മറ്റൊന്ന് ഓഫീസർ തസ്തികയാണ്. പണ്ട് PO പ്രൊബേഷണറി ഓഫീസർ എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു തസ്തിക, ഇതിന് പോസ്റ്റ് ഗ്രാജുവേഷൻകാർക്കായിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ക്ലറിക്കൽ തസ്തികയിലേക്ക് ഗ്രാജുവേഷൻകാർക്കും അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഓഫീസർ തസ്തികയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കും. ഇവിടെ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം എ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യയിലെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിഞ്ഞവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഓർക്കുക, 60% മിനിമം മാർക്ക്, അത് ത്രൂ ഔട്ട് 10th 12th
ഡിപ്ലോമ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ, ഡിഗ്രി, അതേപോലെ PGക്കും 60% മാർക്ക് ത്രൂ ഔട്ട് നേടിയിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള 10th മുതൽ 60% മാർക്ക് ഉള്ളവർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇനി ഫൈനൽ ഇയറുകാർക്കും അപ്ലൈ ചെയ്യാം. അക്കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇവിടെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഏജ് എന്ന് പറയുമ്പോഴത്തേന് 27 വയസ്സ് കഴിയരുത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 1/6/1997 ശേഷം, ആ ദിവസത്തിലോ അതിന് ശേഷമോ ജനിച്ചവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസ്, ഇൻഷുറൻസ്, BFSI എന്ന് പറയും, ഈ മേഖലയിൽ വർക്ക് ചെയ്ത ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 yearന്റെ ഏജിൽ റിലാക്സേഷൻ ലഭ്യമാകും. അതായത് 28 വയസ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി SC/ST-കാരാണെങ്കിൽ 32 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ. ഇന്ത്യൻ സിറ്റിസൺസിന് വേണ്ടിയായിരിക്കും ഈ ഒരു അവസരം. ഇനി ഇവരിവിടെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് ഓർ പാസിംഗ് ഔട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ 23-24, അതായത് ഈ വർഷം പരീക്ഷ എഴുതാൻ പോകുന്നവരോ, പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരോ, ഓൾറെഡി റിസൾട്ട് വന്നവർക്കൊക്കെ അപേക്ഷിക്കാം. 2024 ഫൈനൽ ഇയറുകാർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പ്രീവിയസ് ഇയറിലെ, നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ, ഫസ്റ്റ് ഇയറിലെ ഒക്കെ പരീക്ഷകളൊക്കെ ക്ലിയർ ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കി ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് കൂടെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഗ്രാജുവേഷൻ ഒക്കെ 3 വർഷം കൊണ്ടും PG 2 വർഷം കൊണ്ടും ഒക്കെ പൂർത്തീകരിക്കുന്നവരായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിന്, ഇന്ത്യക്ക് വെളിയിലൊക്കെ പഠിച്ചവരാണെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഇന്ത്യയിലെ ഇക്വലൻസി ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കണം എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേയിലേക്ക് വരാം. എത്രയായിരിക്കും ശമ്പളം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ബേസിക് പേ ഈ ഓഫീസേഴ്സിന് ഉള്ളത് 48,480 ആയിരിക്കും. അതിൻ്റെ പേ സ്കെയില് 48,480 മുതൽ 85,920 ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കോസ്റ്റ് കമ്പനി CTC വരുന്നത് 12.12 lakh to 16.31 lakh, 16,31,000 രൂപ വരെ, 16.25 ലക്ഷത്തിലധികം കോസ്റ്റ് കമ്പനിയാണ് പെർ ഇയർ ഞങ്ങൾക്ക് ലഭ്യമാകുക. ടേക്ക് ഹോം സാലറി ഏതാണ്ട് 80,500 പെർ മന്ത് ആയിരിക്കും. 80,000-ലധികമായിരിക്കും ടേക്ക് ഹോം സാലറി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ റിസർവ് ബാങ്കിൻ്റെ ടേക്ക് ഹോം സാലറി ഓർക്കുക, 1,25,000-അടുത്താണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇതിൻ്റെ വർക്ക് ലൊക്കേഷൻ എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ കേരളത്തിൽ മാത്രമായിരിക്കത്തില്ല. കാൻഡിഡേറ്റ് സെലക്ടഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ ഇൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് ഷാൽ ബി പോസ്റ്റഡ് എനി ഓഫ് ദ ബ്രാഞ്ച് ഓഫീസേഴ്സ് ഓഫ് ദ ബാങ്ക്. ഇന്ത്യയിൽ എവിടെ വേണേലും അവരെ പോസ്റ്റ് ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ 2 years പ്രൊബേഷനിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കും? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഒരു ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അഭിരുചി പരീക്ഷ. അത് കഴിഞ്ഞിട്ട് GD ഉണ്ടാവും, പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുക. ഓരോ ലെവലിലും എലിമിനേഷൻ ഉണ്ടായിരിക്കും. ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞ് എലിമിനേഷൻ ഉണ്ട്, GD കഴിഞ്ഞ് എലിമിനേഷൻ ഉണ്ട്, പേഴ്സണൽ ഇൻ്റർവ്യൂ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓൺലൈൻ ടെസ്റ്റ് ഓൺലൈനിലായിരിക്കും സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഇനി ബാക്കി ഡീറ്റെയിൽസ് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ പേഴ്സണൽ ഇൻ്റർവ്യൂ നടക്കുന്ന വെന്യൂസ് ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലാണ് എറണാകുളം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, ഈ ലൊക്കേഷനിലായിരിക്കും കേരളത്തിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ നടക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതെങ്ങനെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാം. ഓഗസ്റ്റ് 12 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓർക്കുക, ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. 700 രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ ആപ്ലിക്കേഷൻ ഫീ. എന്നാൽ SC/ST-കാർക്ക് 140 രൂപ ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്താൽ മതിയാകും. എങ്ങനെയാണ് പേ ചെയ്യേണ്ട അക്കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതെങ്ങനെയായിരിക്കും ആ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഒരു പരീക്ഷ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. വെർബൽ എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്കിൻ്റെ 75 മിനിറ്റിൻ്റെ പരീക്ഷയായിരിക്കും. കമ്പ്യൂട്ടർ അവയർനെസ് ഉണ്ട്, ജനറൽ സോഷ്യോ എക്കണോമിക് ആൻഡ് ബാങ്കിങ് അവയർനെസ്, സെയിൽസ് ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം കൂടെയുള്ള പരീക്ഷയായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് എങ്ങനെയുള്ള
ബ്രൗസർ വെച്ച് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ആ കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷനൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നും കൂടി ഒന്ന് പരിശോധിക്കാം. ഈ ഫെഡറൽ ബാങ്കിൻ്റെ കരിയർ പേജിലേക്ക് വന്നാൽ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ ഓഫീസേഴ്സ് ഇൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് എന്ന് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇവിടെയുണ്ട്. അപ്ലൈ നൗവെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് വരും. അപ്പം നിങ്ങളുടെ എന്താ പറയുക, കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ, അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. ഫീ പേയ്മെന്റ് ഒക്കെ നടത്തണം, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ആയി കൺഫേമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ് ഒക്കെ നൽകി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സെൻഡ് OTP കൊടുക്കുമ്പോൾ ഒരു OTP വരും. അത് വെച്ചിട്ട് നിങ്ങളുടെ ബേസിക് ആയിട്ട് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് വേണം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട്. ഓർക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ നബാർഡ്, കൃഷി ബാങ്ക്, SBIയിലേക്കും ഒക്കെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസർ തസ്തികയിലേക്ക് ഏതാണ്ട് പ്രതിമാസം ടേക്ക് ഹോം 1.25 ലക്ഷം രൂപ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഡിഗ്രിക്കാർക്കും PGക്കാർക്കും ഒക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 16 മറ്റോ ആണ്. അതുകൂടാതെ കൃഷി ബാങ്ക്, പണ്ട് റിസർവ് ബാങ്കിന്റെ കീഴിലുണ്ടായിരുന്ന നബാർഡിലും ഇപ്പോൾ അപേക്ഷിക്കാം. അത് ഓഗസ്റ്റ് 15 ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നുന്നു. വിവിധ മേഖലയിൽ നിന്നുള്ളവർക്ക് ഏതാണ്ട് 100-ലധികം ഒഴിവുകൾ നബാർഡിൽ ലഭ്യമാണ്. ഇത് മാത്രമല്ല, SBIയിൽ ഏതാണ്ട് 1000-ലധികം സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ച ഏറ്റവും മികച്ച ശമ്പളം. 66 ലക്ഷം രൂപ വരെ പ്രതിവർഷം, ഒരു മാസം 5 ലക്ഷത്തിലധികം ശമ്പളം ഉള്ള ഒഴിവുകൾ വരെയുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചും ഒക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ മുൻപ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കാണാത്തവരെ ആ അവസരം കൂടി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില ബാങ്ക് അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബാങ്കുകളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപേക്ഷിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.